ഹലോ, ഇന്ന് ഞാൻ ഒരു മാങ്ങ അച്ചാറിടാൻ പോവുകയാണ്. കടുക് മാങ്ങ ഇടാൻ പോവുകയാണ്. അത് അരിഞ്ഞെടുക്കുക. ചെറുതായിട്ട് ഞാൻ അരിഞ്ഞെടുത്തിട്ടുണ്ട്. അരിഞ്ഞെടുത്തത് ഞാൻ കാണിച്ചു തരാം. ഇപ്പോഴേ തന്നെ ഞാൻ അരിഞ്ഞെടുക്കുകയാണത്. ഇതാ ചെറുതായിട്ട് അരിഞ്ഞ് വെച്ചിട്ടുണ്ട്. ഈ മാങ്ങയ്ക്കകത്ത് കുറച്ച് ഉപ്പിടുക. ഉപ്പിട്ടതിന് ശേഷം നല്ലപോലെ ഒന്ന് കുടഞ്ഞിട്ട്, കൈ കൊണ്ട് ഇളക്കരുത്, ഒന്ന് നല്ലപോലെ കുടഞ്ഞ് എല്ലായിടും ആക്കിയതിന് ശേഷം നമുക്കിത് അടച്ചു വെക്കാം. അടച്ചു വെക്കാന്ന് പറയാം, അങ്ങനെ കൊണ്ടുവന്ന് പെട്ടെന്ന് അങ്ങ് അടച്ചു വെക്കരുത്. ഒരു നെറ്റ് നല്ലപോലെ ഇട്ടതിന് ശേഷം ആ നെറ്റിൻ്റെ മുകളിൽ കണ്ടില്ലേ ഞാൻ ചെയ്യുന്നത്, എന്നിട്ട് അതിന് അടച്ചു വെക്കണം. അതല്ലെങ്കിൽ നമ്മളിത് വെച്ചേക്കുന്ന സമയത്ത് കൂവീച്ച എന്തെങ്കിലും കയറും, അങ്ങനെ കയറാൻ നമ്മൾ അവസരം കൊടുക്കരുത്. ഇനി ഞാനിത് അച്ചാറിടാൻ വേണ്ടിയിട്ടുള്ള മുളക് പൊടി, കടുക് പരിപ്പെടുത്തതാണ്, ഞാൻ തന്നെ ഇതിലെടുത്തതാണ് പരിപ്പ്. ഇത് വെളുത്തുള്ളി, ഉലുവ പൊടിച്ചത്, കായം, ഇത്രയും സാധനമാണ് ഞാൻ ഇതിന് വേണ്ടി എടുത്തു വെച്ചിരിക്കുന്നത്. പിന്നെ നല്ലെണ്ണ മാത്രം മതി. ഇതാ മാങ്ങ ഉണ്ടോ, ഞാൻ ഉപ്പിട്ട് വെച്ചിരുന്നായിരുന്നു. ആ മാങ്ങയെല്ലാം കുറഞ്ഞിപ്പം ഞാൻ ചീനച്ചട്ടി അടുപ്പത്ത് വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് ഇത് ചെയ്യുന്നത് എങ്ങനെയാണെന്ന് കാണാം. അപ്പം തന്നെ നമ്മൾ ഒരു കാര്യം നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കണം. നല്ലെണ്ണ ഒഴിക്കട്ടെ. ആ കൂടെ തന്നെ ഞാൻ പറയുകയാണ്, നമ്മൾ കായം വാങ്ങുമ്പോഴെപ്പോഴും കൂട്ടുകായം ഒരിക്കലും വാങ്ങരുത്. ഒറിജിനൽ കായം വാങ്ങിക്കണം. അന്നേരം നമുക്ക് കുറച്ച് ചേർത്താൽ മതി. അത് നമ്മൾ ചോദിച്ച് വാങ്ങിക്കാൻ പറ്റും അവിടെ, അല്ലെങ്കിൽ അവിടെ നമ്മുടെ സൂപ്പർ മാർക്കറ്റിലാണെങ്കിൽ നമുക്ക് കയറി നോക്കി എടുത്തിട്ട് അവരോട് പറയാം. ഞാൻ വെളുത്തുള്ളി ഇടുകയാണ് അതിനകത്തേക്ക്. വെളുത്തുള്ളി, കടുക് പരിപ്പ് ഞാൻ എടുത്തു വെച്ചിട്ടുണ്ട്. ഇതിനകത്ത് ഞാൻ ഇച്ചിരി കടുക് ഇട്ടിട്ടുണ്ട്. അത് ഞാൻ വീഡിയോയിൽ പകർത്താൻ മറന്നുപോയി. കടുക് ഇട്ടിട്ടുണ്ട്. കടുക് പൊട്ടിയപ്പോഴാണ് ഞാൻ വെളുത്തുള്ളി ഇട്ട് കൊടുത്തിരിക്കുന്നത്. ഇനി നമുക്ക് ഇതിനകത്തേക്ക് കായമാണ് ഇടേണ്ടത്. കായത്തിൻ്റെ മണം നമുക്ക് വെളുത്തുള്ളിക്ക് നല്ലപോലെ പിടിക്കാൻ വേണ്ടിയിട്ടാണ് കായം നമ്മൾ ആദ്യം ഇടുന്നത്. എന്നിട്ടിത് ഒരുവിധം മൂത്ത് വരുന്ന സമയത്ത് നമുക്ക് ഇതിനകത്തേക്ക് കടുക് പരിപ്പിട്ട് കൊടുക്കാം. കടുക് പരിപ്പൊന്ന് ശരിക്കും നല്ലോണം ഒന്ന് ചൂടാകാം, മൂക്കാൻ വേണ്ടിയിട്ടാണ്. കടുക് പരിപ്പായി കഴിയുമ്പോൾ പൊട്ടത്തില്ലല്ലോ, അപ്പം നല്ലപോലെ മൂത്ത് വരാൻ വേണ്ടിയിട്ടാണ് ഞാനത് അങ്ങനെ ചെയ്തത്. ഇനി നമുക്ക് മുളക് പൊടി, ഞാൻ 2 ടേബിൾ സ്പൂൺ മുളക് പൊടിയാട്ടോ എടുത്തിരിക്കുന്നത്. അത്രയും മാങ്ങയ്ക്ക് 2 ടേബിൾ സ്പൂൺ മുളക് പൊടിയാണ് ഞാൻ എടുത്തിരിക്കുന്നത്. ആ മുളക് പൊടി നല്ലോണം ഒന്ന് വഴറ്റാൻ നമുക്ക്, അപ്പം വേറൊരു കളർ വരും, നല്ലൊരു കളർ വരുത്താം നമുക്ക് അതിന്. ഇത് നന്നപോലെ ഒന്ന് വഴറ്റിയെടുത്തതിന് ശേഷം നന്നായി വഴറ്റിയെടുക്കുകയാണ്. ഇതിനകത്തേക്ക് നമ്മൾ ചേർക്കുന്ന ഉപ്പിട്ട് തിളപ്പിച്ച വെള്ളമാണ് ചേർക്കുന്നത് കേട്ടോ. ഉപ്പിട്ട് തിളപ്പിച്ച വെള്ളം, ഞാൻ ഉപ്പിട്ട് തിളപ്പിച്ച് വെള്ളം മാറ്റി വെച്ചിരിക്കുകയായിരുന്നു. ആ വെള്ളമാണ് ഞാൻ അതിനകത്തേക്ക് ഒഴിച്ചത്. ഇനി നമുക്കിതൊന്ന് തിളച്ച് നന്നായി കുറുകി വരണം. അച്ചാറിട്ട ഈ അച്ചാറൊന്നും നമുക്ക് പെട്ടെന്ന് കേടായി പോകത്തില്ല. എൻ്റെ കഴിഞ്ഞ വർഷത്തെ കടുകുമാങ്ങ അച്ചാർ ഇപ്പോഴും ഇരിപ്പുണ്ട്. ആ മാങ്ങ അലുത്തിട്ട് പോലുമില്ല, നല്ല കിറിറന്ന് തന്നെ ഇരിപ്പുണ്ട് ഇപ്പോഴും കടിച്ചാൽ. ഇനി ഞാൻ ആ ഉലുവപ്പൊടി ഞാൻ ലാസ്റ്റാണ് ഇട്ടത്. ലാസ്റ്റാണ് ഉലുവപ്പൊടി ചേർക്കുന്നത്. കായം നമ്മൾ അതിനകത്ത് വറുക്കാൻ വേണ്ടിയിട്ടാണ് ആ എണ്ണയ്ക്കകത്തേക്ക് ഇട്ടത്. സാധാരണ ഉലുവയും കായവും ലാസ്റ്റാണ് ചേർക്കുക. അത് രണ്ടും കൂടെ ചൂടാക്കി നമ്മൾ പൊടിച്ചതാണെങ്കിൽ മാത്രമേ, നമ്മൾ കായപ്പൊടി വാങ്ങിയതാകുമ്പോൾ കായം നമ്മൾ നേരത്തെ എണ്ണയ്ക്കകത്തേക്ക് ഇട്ട് പൊരിക്കണം, എങ്കിലേ ആ കായത്തിൻ്റെ ആ യഥാർത്ഥ മണം പുറത്തേക്ക് വരുള്ളൂ. അപ്പം ഇതിങ്ങനെ വെച്ചിട്ടുണ്ട്. ഇത് നല്ലപോലെ ഒന്ന് തിളയ്ക്കട്ടെ. നല്ലപോലെ തിളച്ചൊന്ന് കുറുകണം നമുക്ക്. ഞാൻ ഇച്ചിരി മഞ്ഞൾപ്പൊടിയും കൂടി ഇടുക കേട്ടോ. ഞാൻ മഞ്ഞൾപ്പൊടി ഇട്ടില്ലായിരുന്നു, അപ്പോൾ നമുക്ക് ഇച്ചിരി മഞ്ഞൾപ്പൊടിയും കൂടെ ഇടാം. എന്നിട്ട് നന്നായി തിളച്ചൊന്ന് കുറുകട്ടെ. അച്ചാറൊക്കെ പല രീതിയിലുള്ള അച്ചാറുകൾ ഞാൻ കാണിക്കുന്നുണ്ട്. ഇന്നിപ്പം കടുക് മാങ്ങയെ തുടങ്ങിയിരിക്കുകയാണ് ഞാൻ. പല സൈസ് അച്ചാർ കാണിക്കാം. നോർത്ത് ഇന്ത്യൻ അച്ചാർ ഒക്കെ ഞാൻ ഇടുന്നുണ്ട്. എല്ലാം ഞാൻ കാണിച്ചു തരാം. നിങ്ങൾക്ക് എല്ലാവർക്കും പെട്ടെന്ന് ചെയ്ത് നോക്കാൻ പറ്റിയതാണ്, പെട്ടെന്ന് ഉണ്ടാക്കാൻ പറ്റിയതാണ്. വളരെ ടേസ്റ്റിയാണ്. പല ടേസ്റ്റ് ഉള്ള അച്ചാർ തന്നെയാണെങ്കിൽ തന്നെ പല ടേസ്റ്റിൽ നമുക്ക് ഉപയോഗിക്കാൻ കഴിയും. അത് ഞാൻ കാണിച്ചു തരാം. ഇനി ഞാൻ മാങ്ങ എടുക്കാൻ പോവുകയാണ്. ഈ മാങ്ങ നമുക്കിനി ഇതിനകത്തേക്ക് ചേർക്കണം. ഇത് നല്ലപോലെ തണുത്തതിന് ശേഷമാണ് ഇതിനകത്തേക്ക് ഇത് ചേർക്കുന്നത്. ഞാനിത് കൂട്ടുണ്ടാക്കി വെച്ചിരിക്കുകയായിരുന്നു. ഞാൻ അതിലേക്ക് ഒഴിക്കുകയാണ്. ഇനി ഇതിലേക്ക് ഒഴിച്ച് നമുക്കിത് നല്ലപോലെ ചേർത്ത് ഇളക്കി വയ്ക്കാം. ഇനി നമുക്ക് ഉപ്പിട്ട് തിളപ്പിച്ചിരിപ്പുണ്ട്. അതിൽ ശകലം കൂടെ ചേർത്തിട്ട്, ആ വെള്ളം ഒന്ന് ചേർത്തിട്ട് ഇതിനകത്തേക്ക് അതുകൂടെ ചേർത്ത് ആ മസാലയും കൂടെ നമുക്ക് ഇതിനകത്തേക്ക് ചേർക്കണം. കാരണം എന്തിനാ നമ്മൾ മസാല വേസ്റ്റാക്കി കളയുന്നത്?
അങ്ങനെയാണ്. അപ്പോൾ നമുക്കിത് നന്നായി ഒന്ന് ഇളക്കി കൊടുത്തുകൊണ്ട് നന്നായി ഇളക്കിയതിന് ശേഷം നമുക്ക് എന്നിട്ട് ഒന്ന് അമർത്തി കൊടുക്കുമ്പം ഈ ചാറ് എല്ലാം ഇനി തെളിഞ്ഞ് മുകളിലോട്ട് വരും. പിന്നെ ഇരുന്ന് കഴിഞ്ഞ് കുറച്ച് നേരം കൂടി ഇരിക്കുന്ന സമയമാകുമ്പോഴത്തേക്ക് കുറച്ചുകൂടി ഈ മാങ്ങയ്ക്കകത്ത് ഫുള്ള് ചാറ് ഇഞ്ഞ് പുറത്തേക്ക് ഇറങ്ങിയിട്ട് ഇത് നല്ല കട്ടി മാങ്ങ നല്ല പച്ച മാങ്ങയായിട്ട് തന്നെ ഇരിക്കുകയും ചെയ്യും. നന്നായിരിക്കും. എന്താ കണ്ടോ, ഞാൻ മറ്റേ അതിൽ നിന്ന് കുറച്ചുകൂടെ തിളപ്പിച്ചാറി വെച്ചിരുന്ന വെള്ളം കൂടെ കുറച്ചും കൂടെ ചേർത്ത് അതും കൂടെ ഇതിനകത്തേക്ക് ചേർത്തു. ഇനി ഇത് നമ്മളിങ്ങനെ അമർത്തി വെച്ചാൽ മതി. ഈ ചാറെല്ലാം എണ്ണയെല്ലാം മുകളിൽ വരും. എന്നിട്ട് നമുക്ക് കുപ്പിയിൽ നല്ലോണം കഴുകി ഉണക്കി, കഴുകിയതിന് ശേഷം ഒന്ന് തുടയ്ക്കണം. തുടച്ചേച്ച് ഉണക്കിയ കുപ്പിയായിരിക്കണം നമ്മൾ ഉപയോഗിക്കുന്നത്. നല്ലപോലെ ഉണങ്ങിയിരിക്കണം കുപ്പി. ആ കുപ്പിക്കകത്തേക്ക് നമുക്ക് അച്ചാറാക്കുക. കണ്ടോ, ഞാനിങ്ങനെ ആക്കി വെച്ചിട്ടുണ്ട്. അതുകൊണ്ട് നിങ്ങളെല്ലാവരും അച്ചാറുണ്ടാക്കി നോക്കണം. ഇത് കേടുവരുന്ന അച്ചാറല്ല. നിങ്ങളെല്ലാവരും എനിക്ക് സബ്സ്ക്രൈബ് ചെയ്യണം. സബ്സ്ക്രൈബ് ചെയ്യാത്തവർ ചെയ്യണം, ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം. എല്ലാവരും എന്നോട് സഹകരിക്കണം. നന്ദി. നിങ്ങൾക്ക് എല്ലാവർക്കും എൻ്റെ നമസ്കാരം. ഞാൻ ഇനി വേറൊരു അച്ചാറിൻ്റെ റെസിപ്പിയായിട്ട് വരുന്നതായിരിക്കും. മാങ്ങ അച്ചാർ തന്നെ പല രീതിയിലുള്ളത്.